DCC പുനഃസംഘടനയിൽ സമവായത്തിലെത്താൻ കഴിയാതെ ദില്ലിയിൽ മാരത്തോൺ ചർച്ചകളാണ് നടക്കുന്നത്. CBC ജോസഫ് ഒരിക്കൽ കൂടി ചേർന്നു. സിബി, കഴിഞ്ഞ ദിവസമാണ് ഇവിടെ നിന്നുള്ള KPCC അംഗങ്ങളും KPCC അധ്യക്ഷനുമൊക്കെ ദില്ലിയിലെത്തിയത്. പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് കാലാകാലങ്ങളായി തുടങ്ങിയ തലവേദനയാണ് കോൺഗ്രസിനകത്ത്. ഇപ്പോഴും ദില്ലിയിൽ എത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ പോലും ഒരു സമവായത്തിലേക്ക് എത്താൻ ഓരോ DCCക്ക് വേണ്ടിയും ഓരോ നേതാക്കൾ, ഓരോ DCC പ്രസിഡന്റുമാർക്ക് വേണ്ടിയും തങ്ങളുടെ ആളുകളെ അവിടെ സീറ്റിലേക്ക് കൊണ്ടുവരണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകാതെ നിൽക്കുകയാണ്. കണ്ണൂരിൽ കെ സുധാകരൻ, ആലപ്പുഴയിൽ DCC പ്രസിഡന്റ് സ്ഥാനത്തിന് വേണ്ടി KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയും പ്രത്യക്ഷമായി തന്നെ അടികൂടുന്നുണ്ട്. കൊല്ലത്ത് കൊടിക്കുന്നിൽ സുരേഷ് DCC പ്രസിഡന്റ് താൻ നിശ്ചയിക്കുന്ന ആളെ തന്നെ വേണമെന്നൊക്കെ പറഞ്ഞിട്ട് അവകാശവാദവുമായി രംഗത്തെത്തുന്നു. ഒരു സമവായത്തിലേക്ക് ഇനിയും കാര്യങ്ങൾ എത്തിയിട്ടില്ലേ? വിനീഷ, എന്തായാലും കേരള ഹൗസിൽ മാരത്തൺ ചർച്ചകൾ നടത്തുന്നതെന്ന് തന്നെ നമുക്ക് പറയാം. ഇന്നിപ്പോൾ ഓരോ നേതാക്കന്മാരും അവരുടെ അനുയായികൾക്ക് വേണ്ടിയുള്ള വിലപേശൽ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ ഇതിനുവേണ്ടിയുള്ളൊരു വേദിയായി കേരള ഹൗസ് മാറിക്കഴിഞ്ഞു. ഇപ്പോൾ ഇവിടുത്തെ കോൺഗ്രസ്സുകാരെല്ലാം തന്നെയും കൂട്ടത്തോടെ കേരള ഹൗസിൽ എത്തിയിട്ടുണ്ട്. ഇന്നലെ മുതൽ തന്നെ ചർച്ചകൾ ആരംഭിച്ചിരുന്നു. പ്രത്യേകിച്ച് DCC അധ്യക്ഷന്മാരെ നിയോഗിക്കുമ്പോൾ അതിൽ തങ്ങളുടെ അനുയായികൾക്ക് വേണ്ടിയുള്ള ഒരു വിലപേശലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി ഇന്നിപ്പോൾ രാവിലെ കേരള ഹൗസിൽ മാരത്തൺ ചർച്ച എന്ന് പറയാം. ഇന്നലെ രാത്രി ശശി തരൂരുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. ശശി തരൂർ നമുക്കറിയാം പാർട്ടിയുമായി അകന്നു നിൽക്കുന്നൊരു സാഹചര്യമുണ്ട്. പക്ഷേ ഈ പാർട്ടിയുമായി അകന്നു നിന്ന ശേഷം ആദ്യമായി കേരളത്തിലെ ഒരു ഘടകം നടത്തുന്ന കൂടിക്കാഴ്ച എന്നാൽ പ്രത്യേകത കൂടി ഈ ഒരു കൂടിക്കാഴ്ചക്കുണ്ട്. ഇന്നലെ രാത്രിയോടെ ശശി തരൂരിൻ്റെ ദില്ലിയിലെ വസതിയിലെത്തിയാണ് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് കൂടിക്കാഴ്ച നടത്തിയത്. കേരളത്തിലെ ദേശീയ തലത്തിൽ മാത്രമല്ല കേരളത്തിലെ നേതാക്കളുമായും വളരെയധികം അകന്നു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ശശി തരൂരിനുള്ളത്. മാത്രമല്ല ഇത് ഇപ്പോൾ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ലോക്സഭയിലും ലോക്സഭയിൽ നടന്ന പ്രതിഷേധങ്ങളെല്ലാം തന്നെയും ഈ പ്രതിപക്ഷത്തോടൊപ്പം ചേർന്നുകൊണ്ട് ശശി തരൂരും ഈ പ്രതിഷേധങ്ങളിൽ പങ്കാളികളാവുകയും ചെയ്തിരുന്നു. എന്തായാലും ശശി തരൂരിനെ അനുനയിപ്പിക്കുക എന്നുള്ളൊരു നീക്കത്തിൻ്റെ ഭാഗമായിട്ടാണ് സണ്ണി ജോസഫിൻ്റെ കൂടിക്കാഴ്ച ഇന്നലെ രാത്രി ഉണ്ടായത്. അത് ഏറെ നിർണായകം തന്നെയാണ് ആ കൂടിക്കാഴ്ച എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതേസമയം തന്നെ ഇന്നിപ്പോൾ ആൻ്റണി MPയുമായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ കൂടിക്കാഴ്ച നടത്തുകയാണ്. അതോടൊപ്പം തന്നെ കൊടിക്കുന്നിൽ സുരേഷുമായി രമേശ് ചെന്നിത്തല കൂടിക്കാഴ്ച നടത്തുകയാണ്. അങ്ങനെ കേരള ഹൗസിലെ വിവിധ മുറികളിൽ വിവിധ നേതാക്കൾ വ്യക്തിപരമായി കണ്ടുകൊണ്ട് തന്നെ അവരെല്ലാം തന്നെയും അനുനയിപ്പിക്കാനുള്ള ശ്രമം നടത്തുകയാണ്. ഇപ്പോൾ അടൂർ പ്രകാശ് കേരള ഹൗസിലേക്ക് എത്തിയിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോൾ KPCC പ്രസിഡന്റുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുകയാണ്. അങ്ങനെ ഈ DCC പുനഃസംഘടനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് 9ഓളം അധ്യക്ഷന്മാരെ മാറ്റുന്ന കാര്യത്തിലാണ് തീരുമാനവുമായി മുന്നോട്ട് പോയത്. പക്ഷേ K സുധാകരൻ അടക്കമുള്ളവർ കണ്ണൂർ DCC പ്രസിഡന്റിനെ മാറ്റാനാകില്ല എന്ന നിലപാട് K സുധാകരൻ എടുക്കുകയും അതോടൊപ്പം തന്നെ ആൻ്റണി MPയും കൊടിക്കുന്നിൽ സുരേഷ് എല്ലാം തന്നെയും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തങ്ങളുടെ അനുയായികളെ അവരെ നിലനിർത്തണമെന്നൊരു ആവശ്യവുമായി മുന്നോട്ട് വന്നതാണ് വലിയ വിലങ്ങുതടിയായത്. എന്തായാലും ഈ കോൺഗ്രസിന് ഒരു വലിയ പൊട്ടിത്തെറി ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ 2 ദിവസങ്ങളായി ഇവിടെ ഈ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേതാക്കന്മാരെ അനുനയിപ്പിക്കാനും അവരുമായി വ്യക്തിപരമായി കൂടിക്കാഴ്ച നടത്തുകയും വെവ്വേറെ കൂടിക്കാഴ്ച നടത്തിക്കൊണ്ട് ഒരു മാരത്തൺ ചർച്ചയ്ക്ക് തന്നെ കേരള ഹൗസ് ഇപ്പോൾ ഒരുങ്ങിയിരിക്കുകയാണ്. ആ രീതിക്ക് ഇന്നും രാവിലെ വിവിധ മുറികളിലായി വിവിധ നേതാക്കൾ ഓരോരുത്തരെ വ്യക്തിപരമായി കണ്ടുകൊണ്ട് തന്നെ അനുനയിപ്പിക്കാനുള്ള ശ്രമമാണ് ആരംഭിച്ചിരിക്കുന്നത്. ഇവിടെ K സുധാകരനും അതോടൊപ്പം തന്നെ KPCC അധ്യക്ഷനും കൂടാതെ പ്രതിപക്ഷ നേതാവും രമേശ് ചെന്നിത്തലയും അടക്കമുള്ള മുതിർന്ന നേതാക്കളെല്ലാം ഉണ്ട്. ഇവരാണ് ഓരോ MPമാരെയും നേരിട്ട് കണ്ടുകൊണ്ട് ഇതിൽ അവരെ അനുനയിപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നത്. അതിൻ്റെ മാരത്തൺ ചർച്ചകൾ ഇപ്പോഴും ഇന്ന് രാവിലെയും കേരള ഹൗസിൽ ആരംഭിച്ചിട്ടുണ്ട്. രാവിലെ തന്നെ നേതാക്കന്മാരെല്ലാം തന്നെയും കേരള ഹൗസിൽ എത്തിയിട്ടുണ്ട്. അതേസമയം തന്നെ ഇന്നലെ രാത്രി ശശി തരൂരുമായി നടത്തിയ കൂടിക്കാഴ്ചയും ഏറെ നിർണായകമാണ്. ശശി തരൂർ ഈ പാർട്ടിയിൽ നിന്നും അകന്നു നിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ അദ്ദേഹത്തെ അനുനയിപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഒരു കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ ഒരു ഇത്തരത്തിൽ കോൺഗ്രസുമായിട്ടെല്ലാം തന്നെയും ദേശീയ തലത്തിൽ പോലും അകന്നു കഴിഞ്ഞ ശേഷമുള്ള ആദ്യ കൂടിക്കാഴ്ച എന്നുകൂടി നമുക്കിതിനെ വിശേഷിപ്പിക്കാം. അതുകൊണ്ട് തന്നെ എത്രത്തോളം വിജയകരമായി ഈ കൂടിക്കാഴ്ച എന്ന് നമുക്ക് പറയാനാവില്ല. എങ്കിൽ പോലും പരമാവധി നേതാക്കളെ അനുനയിപ്പിച്ചുകൊണ്ട് ഒരു വലിയ പൊട്ടിത്തെറി ഉണ്ടാകാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തിക്കാനാണ് ഇപ്പോൾ KPCC നേതൃത്വത്തിന് തീരുമാനം. അതിൻ്റെ ഭാഗമായുള്ള മാരത്തൺ ചർച്ചകൾക്കാണ് ഇപ്പോൾ കേരള ഹൗസ് ഒരുങ്ങുക.